പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1 വഴിമാറിപ്പോവുകയാണ്, തിരിച്ചു വരും. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തൻ്റെ അടുക്കൽ വരുത്തണം. എന്നിട്ട് എന്താക്കണം? 4-ാം വാക്യം, അവർക്ക് വസ്ത്രം ധരിക്കണം. അവരുടെ വസ്ത്രം എന്നൊക്കെ പറയുന്നത് ചെറിയ വസ്ത്രമൊന്നും അല്ല കേട്ടോ. എന്തോ വസ്ത്ര? പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, നിരയങ്കി, മുടി, നടുക്കെട്ട്. അയ്യോ, എന്തൊക്കെയാണ് വസ്ത്രം? പതക്കം, ഏഫോദ്, നീളക്കുപ്പായം അല്ലേ? ഇനിയും അതിൻ്റെ 6-ാം വാക്യം, പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ, നെയ്ത്തുകാരൻ്റെ ചിത്രഫണിയായി ഏഫോദ് ഉണ്ടാക്കണം. പിന്നെ അതുകൊണ്ട് താപ്പോട്ട് വരുമ്പോൾ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. 9-ാം വാക്യം, അതുകൂടാതെ 2 ഗോമേതക കല്ല് എടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. 10 അവരുടെ പേരുകൾ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്ത് പോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവ പൊൻതടങ്ങളിൽ, എന്തോ വാക്കാൻ നോക്കിയേ, പൊൻതടങ്ങളിൽ പതിക്കണം. എന്നിട്ട് കല്ല് 2 ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളുമേ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരട് പോലെ മുറിച്ച് കൊത്തുപണിയായ 2 സരപ്പളി ഉണ്ടാക്കണം. മുറിച്ച് കൊത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. ഇത്രയും ധരിച്ച് ഇനി അങ്ങോട്ട് വരികയാണ്. ന്യായവിധി പതക്കം, ചിത്രപ്പണിയായി ഏഫോദിന്റെ പണിക്ക് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പരിച്ച് പയ്യുന്ന സമചതുരയിട്ട എന്തെല്ലാം ഇതാണ്. ഇതെല്ലാമാണ് ആരുടെ ഉടുപ്പ്? മഹാപുരോഹിതന്റെ ഉടുപ്പ്. ഈ ഉടുപ്പ് ധരിച്ചിട്ട് ഉടുപ്പിന്റെ മുകളിൽ 6 പേരെഴുതിയ എന്ത് പതിക്കണം? ചുമൽക്കണ്ടത്തിൽ ഗോമേതക കല്ലിൽ ആരുടെ പേര് വഹിക്കണം? ഇസ്രായേൽ മക്കളുടെ പേര് വഹിച്ചുകൊണ്ടാണ് ആര് വന്ന് നിൽക്കുന്നത്? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആര് വന്ന് നിൽക്കുന്നത്? ഇന്നിപ്പം എന്തൊരു ആഡംബരമാണെന്ന് നോക്കിയേ, എന്തൊരു തിളക്ക. ചുമപ്പ് നൂല്, പിരിച്ച പഞ്ഞു നൂല്, പിന്നെ നീലനൂല്, പിന്നെന്തൊക്കെയാ? പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, നടുക്കെട്ട്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ, ഗോമേതകം. ഇതെല്ലാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പം നോക്കി 20-ാമത്തെ വാക്യം. ഈ പേടിച്ചു പോവും പറഞ്ഞാൽ. 17 4 നിര കല്ല് പതിക്കണം. താമരമണി, പീതരക്തം, മരതകം. 2-ാമത്തേത് മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തേത് പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തേത് പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്ത്. കണ്ടോ? ഇതെല്ലാം പതിക്കണം. ഇത്രയും രക്തം ധരിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി വരിക. അടിച്ചു മാറ്റുമോ പുള്ളിയെ? ഇത്രയും ധരിച്ചോണ്ട് നമ്മൾ ഈ വലിയ അങ്കിയൊക്കെ കൊണ്ടുപോകുന്ന എന്തോ ഒരു പോലീസ് പ്രൊട്ടക്ഷനാണ്. കാരണം തങ്ക അങ്കിയാണ്, തങ്കത്തിൽ പൊതിഞ്ഞാണ്. ഇതുപോലെ തന്നെയാണ് അന്നത്തെ മഹാപുരോഹിതൻ്റെ ഉടുപ്പ്. ഇത്രയും രത്നമുള്ള ഒരു ഉടുപ്പിട്ടുകൊണ്ട് പുള്ളിയെ ഭയങ്കര ഡിമാൻഡാണ് ഈ പുരോഹിതന്. കാരണം കല്യാണം ആര് നടത്തണം? പുരോഹിതൻ നടത്തണം. എന്നാൽ ഒരു ഫോട്ടോ എന്തായാലും പറയുന്ന ഷൂട്ടിന് ഒരു ഗുമ്മൊക്കെ വേണമെങ്കിൽ ഒരുമാതിരി വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് വരുന്ന ഉദ്ദേശിയാണോ? പുള്ളി ഇങ്ങനെ ഗോമേതക കല്ല്, പീതരത്നം, വൈഡൂര്യം, മാണിക്യം. പിള്ളേർ പറയും ആരെ മതി? അപ്പോൾ അതിനെന്ത് കാറ്, ബെൻസ് കാറെല്ലാം കൊണ്ടുവരുന്നു. മുമ്പിൽ പോലീസ്, പുറകിൽ പോലീസ്. തങ്ക അങ്കി, വൈഡൂര്യം, നീലക്കല്ല്, മാണിക്യം എല്ലാം പിടിച്ചു പറിക്കും. ഇതെല്ലാം ധരിക്കണം. പക്ഷേ ഇതെല്ലാം വഹിക്കുമ്പോഴും ഈ പുരോഹിതൻ എങ്ങനെയാണ് നിൽക്കുന്നറിയാമോ? ഈ പുറക്കാഴ്ചയല്ല കാഴ്ച. അതിൻ്റെ 30-ാം വാക്യം, ന്യായവിധി പതിറ്റിനകത്ത് ഊറിമും തുമ്മിയും വെക്കണം, വെളിപ്പാടും സത്യവും. നോക്കി, അഹരോൻ യഹോവയുടെ സന്നിധാനത്തിൽ കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ എവിടെ വഹിക്കണം? ഹൃദയത്തിൽ വഹിക്കണം. പുരോഹിതൻ്റെ ജോലിയാണ്. നമ്മളെല്ലാം ആരാണ്? പുരോഹിതരാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവരെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ നമ്മളെല്ലാം പുരോഹിതരാണ്. അപ്പം നമ്മൾ ഈ ജനത്തെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരെ വഹിക്കണം? ജനത്തെ. ഈ ന്യായം പുരോഹിതന്മാരിങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ ഭയങ്കര രസമാണ്. എന്തോ ഒരു രത്നം, വൈഡൂര്യം. അപ്പോൾ പിള്ളേർ കൊച്ചു പറയുന്നത് എനിക്കും അച്ഛനാകണം. കാരണം എന്തോ ഉണ്ട്? ഉടുപ്പ് കിട്ടും. എന്തോ ഉടുപ്പ്? പീതരക്തം, വൈഡൂര്യം, മാണിക്യം, വജ്രക്കല്ല് എന്ന് വേണ്ട. തിളങ്ങി അടിച്ച് ചെത്തിയാണ് ആര് വരുന്നേ?
പുരോഗമനം. പക്ഷെ നമ്മളെ ഈ പുരോഗതിന് തമ്പുരാൻ എല്ലാം പുറങ്ങുപ്പായി എല്ലാം കൊടുത്തു. ഇനിയിന്ന് എന്തെല്ലാം കാര്യം ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു. 28 അവസാനിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചണനൂല് കൊണ്ട് കാൽച്ചട്ട ഉണ്ടാക്കണം. അതിന് അത് അര തുടങ്ങി തുട വരെ എത്തണം. അരയ്ക്ക് മുതൽ തുട വരെയുള്ള എന്തോ ധരിക്കണം? കാൽച്ചട്ട. പച്ചയ്ക്ക് പറയുന്നുണ്ട്, വിഷമം തോന്നല്ലേ. ഇന്നർ ഗാർമെൻ്റാണ്. ഇന്നർ ഉണ്ടാക്കണം. എന്തുകൊണ്ട്? നമ്മൾ സാധാരണഗതി ഇന്നർന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്നർ എന്തായിരിക്കും? പൊതുവേ ഇന്നർ ധരിക്കുന്ന എല്ലാവരുടെയും, ആണായാലും പെണ്ണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും, സോഫ്റ്റ് തുണിയാണോ ഹാർഡ് തുണിയാണോ ഇന്നർ? സോഫ്റ്റാണ്. സോഫ്റ്റ് തുണി കൊണ്ടാണ് ഇന്നർ തയ്ക്കുന്നത്, ആണോ? പക്ഷേ ഈ പുരോഹിതനോട് പറഞ്ഞു, നീ പുറത്ത് വലിയ മാണിക്യവും മരതകവും വൈഡൂര്യവും പത്മരാഗവും എല്ലാം ഇട്ടോ, പക്ഷേ നീ അകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എന്തുകൊണ്ട് അണ്ടർവെയർ തയ്ക്കണം? ചണനൂലുകൊണ്ട്. വാക്ക് ഇത്രയും സൂക്ഷിച്ച് പറയും. ചാക്ക് കൊണ്ട് എന്തോ ധരിക്കണം? അതാണ് ചണനൂലെന്ന് പറഞ്ഞാൽ എന്താ? ചാക്ക്, ആണോ? ജൂട്ടെന്ന് പറഞ്ഞാൽ ഈ ജൂട്ട് സിൽക്കല്ലത്, ജൂട്ട്. ഈ ജൂട്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓർത്ത് ജൂട്ട് സിൽക്കാണ്. ജൂട്ട് സിൽക്കല്ല, ജൂട്ട് ഒന്നാം തരം ചാക്ക്. ഈ ചാക്ക് കൊണ്ട് എന്തോ ധരിക്കണം? അണ്ടർവെയർ തയ്ക്കണം. ചാക്ക് കൊണ്ട് അണ്ടർവെയർ ധരിച്ചിട്ട് എന്തോ പറ്റും? അല്ലെ തയ്പ്പിച്ചിട്ട് നോക്കാം. ചാക്ക് കൊണ്ട് അണ്ടർവെയർ തയ്ച്ചിട്ട് എന്താ പറ്റും? ചാക്ക് കൊണ്ട് അണ്ടർവെയർ തയ്ച്ചിട്ട് എന്താ പറ്റും? ചൊറിയും. ചൊറിഞ്ഞ പൊട്ടും. പൊട്ടിയ നീറും. കുപ്പായി ഇട്ടുകൊണ്ട് കല്യാണം നടത്തി വരിക, നീറാനൊക്കൂ? ചൊറിയാനൊക്കൂ? ഒക്കൂ? ചിന്തിച്ചേ, എന്തിനാ ഇത് അനുവദിച്ചേക്കുന്നേ? എല്ലാ പുരോഹിതന്മാരുടെയും നോക്കിക്കോണം. എനിക്ക് കിട്ടിയൊരു വെളിപ്പാടാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരൊക്കെ എങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നറിയാവും? അവർ ജനത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നേ. ഇവിടെ എല്ലാം ജീവിതത്തിൽ അവരുടെ അരയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്വകാര്യ നൊമ്പരം കാണും. മഹാപുരോഹിതനിടയ്ക്ക് പറയാനൊക്കോ, പ്രിയമുള്ളവരെ, അര ചൊറിയുന്നതിനാൽ ഞാൻ കുറച്ചു നേരം ഉടുപ്പഴിച്ച് വെക്കാമെന്ന് പറയാം. പറഞ്ഞു, ഒക്കൂ? പറ, ഒക്കൂ? കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുന്നിടയ്ക്ക് ചൊറിയാനൊക്കൂ? നീറാനൊക്കൂ? എല്ലാ പുരോഹിതർക്കും എല്ലാ വിശുദ്ധർക്കും ദൈവം ചില നീറ്റൽ കൊടുക്കും. ഈ നീറ്റലുള്ളവൻ ആരോ? അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് നീറുന്ന ഒരു പുരോഹിതനെ കണ്ടു. എന്നോട് പറഞ്ഞ വലിയൊരു വേദന മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഇച്ചിരി എം ആർ ആയ കുഞ്ഞുണ്ടായപ്പോൾ വിശ്വാസി സഭ വിട്ടുപോയി. കാരണം പാസ്റ്റർക്ക് പാപം ഉണ്ടായതുകൊണ്ടാണ്. എന്തോ ഉണ്ടായത്? കുഞ്ഞുണ്ടായത്. പക്ഷേ എനിക്കറിയാവുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അതിലൊരു ദൈവദാസന് എം ആർ ആയ ഒരു കുഞ്ഞുണ്ടായപ്പോൾ ഇന്ന് 150-ലധികം പേര് പഠിക്കുന്നൊരു സ്കൂളുണ്ട്. അത്രയും കുഞ്ഞ്. അവരുടെ പ്രവേശനോത്സവത്തിലെ അനുഗ്രഹ പ്രഭാഷണം ഈ എളിയവനെ കൊണ്ടാണ് നടത്തിച്ചത്. എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ നിൽക്കുക? നീ മരിച്ചു പോകാതിരിക്കേണ്ടത് ഒരു നീറ്റൽ. ഈ പ്രാർത്ഥിക്കുമ്പം തന്നെ ഓർത്തോണം, മറ്റുള്ള മനുഷ്യൻ്റെ ഭാരമൊക്കെ വഹിച്ചുകൊണ്ട് നിൽക്കാൻ തമ്പുരാൻ ചിലത് നമ്മളെ അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? എന്നാലേ ദൈവസന്ധി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിലെ പുറത്തു പറയാൻ കഴിയാത്ത ദുഃഖങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ വഹിച്ചുകൊണ്ട് തമ്പുരാൻ്റെ അടുക്ക നിൽക്കാനൊക്കത്തുള്ളൂ. 2, ഈ ഉണ്ടെങ്കിലേ പുറങ്കുമ്പായത്തിൻ്റെ അടയാഭരണങ്ങളിലും അലങ്കാരങ്ങളിലും അഹങ്കരിക്കാതിരിക്കത്തുള്ളൂ. അഹങ്കരിക്കാതെ ദൈവസന്ധി നിൽക്കുവാൻ ഇതെല്ലാം ഉള്ളപ്പോൾ ദൈവം അനുവദിച്ച എല്ലാ നീറ്റലുകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ ഇന്നിവിടെ ആരും കാണത്തില്ലായിരുന്നു യോഗത്തിന്. എല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ ഈ 10-ാം ദിവസം ആര് ഉപവസിക്കും? 19-ാം ദിവസം ആര് ഉപവസിക്കും? ഓക്കെ അല്ലാത്തതുകൊണ്ടല്ലേ വന്നത്. തമ്പുരാനെ അങ്ങ് അനുവദിക്കുന്ന എല്ലാത്തിൻ്റെ അകത്തും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. പുരോഹിതനെന്നും ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരൊക്കെ ഓർത്തോണേ, എല്ലാ പുരോഹിതർക്കും അവരുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നീറ്റൽ കാണും. ആ നീറ്റൽ എന്തിനാ? അടുത്ത വാക്യം, നീ മരിച്ചു പോകാതിരിക്കേണ്ടത്. നികടിച്ചിട്ട് പിശാച് വന്ന കെണിയിൽ അകപ്പെടാതിരിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എവിടെയൊക്കെയോ നീറ്റലുകളുള്ളവരെ എന്തിനാണെന്നറിയാമോ?
എന്നാലേ കുറച്ചുകൂടെ മനുഷ്യരെയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാനൊക്കെ. അവൻ്റെ വേദന കുറച്ചുകൂടെ നമ്മുടെ വേദനയാകാൻ, നമ്മുടെ ഈ ഹാർഡ്നെസ്സൊക്കെ മാറ്റുന്നത് ദൈവം അനുവദിക്കുന്ന എവിടെയൊക്കെയോ നൊമ്പരങ്ങളാണ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം, വീണ്ടും മുമ്പോട്ട് പോകട്ടെ, 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലൊരു വാക്യമുണ്ട്. എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്നു. ഈ പെന്തക്കോസ്ത് പാരമ്പര്യ പെന്തക്കോസ്ത് പൈതൃകത്തിൽ വിവാഹ ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ ഒരു റിട്ടേൺ ഓർഡർ അല്ലെങ്കിലും ഒരു അൺറിട്ടേൺ ഓർഡർ ഉണ്ട്, അല്ലേ? വി ഡു ഹാവ് ആൻ ഓർഡർ. അതൊരു റിട്ടേൺ ഓർഡർ അല്ലെങ്കിലും ഒരു അൺറിട്ടേൺ ഓർഡറുണ്ട്. ആ ഓർഡറിൽ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നു, പാട്ട്, ഇൻട്രൊഡക്ഷൻ, മെസ്സേജ് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന്, ചിലപ്പം ചെറുക്കൻ്റെ ഭാഗത്തു നിന്ന്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒരാൾ കല്യാണ ശുശ്രൂഷ നടത്തുന്നു, മാരേജ് സോളംനൈസേഷൻ. മാരേജ് സോളംനൈസേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാരേജ് ഡിക്ലറേഷൻ. മാരേജ് ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പൊതുവെ പാരമ്പര്യ പെന്തക്കോസ്തുകാരെല്ലാവരും അന്നേരം നിർബന്ധം പിടിക്കും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാൻ? മുട്ടുകുത്തിക്കാൻ. ഇപ്പോൾ അത് പാടാണ്, കാരണം ഇവരിട്ടുകൊണ്ട് വരുന്ന ചില ഡ്രസ്സൊക്കെ ഇട്ട് അവരെ മുട്ടുകുത്താൻ പാടാണ്. എന്നാലും മുട്ടുകുത്തണം. എന്തിനാ ഇവരെ മുട്ടുകുത്തിക്കുന്നേ? നവകുടുംബം പിറന്നു വീഴുന്നത് എന്തെടുക്കുന്നതോടു കൂടിയാണ്? എപ്പോഴാണ് ഈ കുടുംബം പിറന്നു വീഴുന്നേ? ഓത്തെടുക്കുമ്പോഴാണ്. അവർ ഉടമ്പടി ചെയ്യാണ്. അതിനു മുമ്പൊന്നും അവരെന്തല്ല, കുടുംബമൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. അതിനു മുമ്പൊന്നും അവർ കുടുംബമല്ല. കുടുംബം ആകുന്നത് അവർ ഓത്തെടുക്കുമ്പോഴാണ്. ഓത്തെടുത്ത മിനിറ്റ് കഴിയുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തിക്കുന്നത്. എന്തിനാ മുട്ടുകുത്തിക്കുന്നത്? ഈ ഒരു സന്ദേശ എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിലാണ് ഈ കുഞ്ഞുങ്ങൾ മുട്ടുകുത്തുന്നത്. മുട്ടുകുത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്, മക്കളെ കുടുംബം പിറന്നു വീണതേ ഉള്ളൂ. ഇങ്ങനെ മുട്ടുകുത്തിയ പിന്നെ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. മുട്ടുകുത്തിയോ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്താതിരിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ. ഇതിന് രണ്ടാമതൊരർത്ഥം കൂടെ ഉണ്ട്. എല്ലാ കുടുംബത്തിനും എന്ത് വരാൻ കാരണമായ പേര് മോശമല്ല, ആണോ? അബ്രഹാം ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. ഒരു വിശുദ്ധ പേര്, മാന്യമായ പേരുണ്ടെങ്കിൽ അത് കളയാതെ നിൽക്കണമെങ്കിൽ, നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കുടുംബങ്ങൾ ദൈവസന്ധി മുട്ടുകുത്തണം, സഭ ദൈവസന്ധി മുട്ടുകുത്തണം. എന്നാലേ പേര് നിൽക്കത്തുള്ളൂ. എല്ലാ കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ കാണുന്നുണ്ട് ദൈവസന്ധിയിൽ കമണ് വീണ് പ്രാർത്ഥിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. 2 ദിനവൃത്താന്തം 20:18. ഒപ്പം ആവർത്തനം 9:25. ആവർത്തന പുസ്തകം. അപ്പോൾ യെഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. ഇനിയും പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകം 9:25. ആവർത്തന പുസ്തകം 9:25. ആർക്കും വായിച്ചേ? ആവർത്തനം 9:25. ആവർത്തന പുസ്തകം 9:25. നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ് കിടന്നു. 40 രാവും 40 പകലും വീണ് കിടന്നു. ഇനി യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. യോശുവയുടെ പുസ്തകം 7:6. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. സാഷ്ടാംഗം എന്ത് ചെയ്തു? വീണ് കിടന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് കല്ലേറ് ദൂരം വാങ്ങിപ്പോയി മുട്ടുകുത്തിയുന്നുണ്ട്. ലൂക്കോസിൽ നാം കാണുന്നുണ്ട്, അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 26:38. വെളിപ്പാട് 7:11. മൂപ്പന്മാർ അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? വീഴുകയാണ്. അപ്പം ദൈവസന്ധിയിൽ അടുത്ത ഒരു ബോഡി പോസ്റ്ററാണ്, പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. എങ്ങനെ പ്രാർത്ഥിക്കാം? കവിണ്ണ് വീണ് പ്രാർത്ഥിക്കാം. കവിണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കാം. ഈ വീണ് കിടന്ന് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളൊക്കെ വലുതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ഭയങ്കര ഓർമ്മയുടെ ചെപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കുറേ ശുശ്രൂഷ അനുഭവങ്ങൾ. 5 പതിറ്റാണ്ട് ഏതാണ്ടാകുന്നുണ്ട് എനിക്ക് 50 വയസ്സാകുക. പക്ഷേ എനിക്കൊരു 10 വയസ്സ് തൊട്ട് ഞാനിങ്ങനെ സഭയുടെ ഭാഗത്തിൻ്റെ നല്ല ഓർമ്മയുണ്ട്. കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയി.
കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് സംഭവം. ഒന്ന്, എൻ്റെ സഭയിൽ നല്ലൊരു അച്ചായനുണ്ടായിരുന്നു, ഒരു ജോയിച്ചാൻ. അദ്ദേഹം നല്ലൊരു ചുമട്ടുകാരനായിരുന്നു. ചുമടെന്നൊക്കെ പറഞ്ഞാൽ ആരോഗ്യമല്ല, ഈ മസിലിട്ട് ജിമ്മടിച്ചൊന്നും മസിലായതല്ല, തടി ഇങ്ങനെ ചുമക്കുന്നവരുണ്ട്. അതൊക്കെ ഇന്ന് കാഴ്ച കുറവാണ്. അവരിങ്ങനെ തടി ഇങ്ങനെ ലോഡ് ചെയ്യുമ്പം പാടും, ഒത്തുപിടിച്ചേ ഐലസ്. ആ പാട്ടിൻ്റെ ആ ടോണിലാണ് ഈ തടി കയറിപ്പോകുന്നത്. ഒത്തുപിടിച്ചേ പാടല്ലേ സഭായോഗത്തിൽ. അതൊരു നാട് ഇപ്പം കാണുന്നേ ഇല്ല അല്ലേ, രാത്രിയിലൊക്കെയാണ്. അപ്പോൾ ആ കമ്പിയിലാണ് ഈ സാധനം ഇങ്ങനെ കയറിപ്പോകുന്നത്. അപ്പോൾ ഈ കമ്പി താങ്ങുന്നവനാണ്. ഉരുക്ക്. നല്ല മനുഷ്യനായിരുന്നു, മദ്യപാനിയായിരുന്നു, രക്ഷിക്കപ്പെട്ടു. സഭയ്ക്കൊരു അനുഗ്രഹമാണ്. ഒടുവിൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു VBS നടക്കുകയാണ്. അപ്പോൾ VBS ആദ്യം മെഗാ VBS നടത്തി. പിന്നെ നമ്മളത് ഒത്തിരി പാടായതുകൊണ്ട് പിന്നെ പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നടത്തി. അങ്ങനെ ഒരു തോമ്പിക്കണമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് VBS ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഓഡിറ്റോറിയം നടക്കുമ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഈ സമാപന ദിവസം റാലി നയിച്ചുകൊണ്ട് വരികയാണ്. റാലി ഭയങ്കര ആവേശമാണ്. 500 പിള്ളേർ അന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്. നമുക്ക് ഇതൊക്കെ ഈ രക്തത്തിൽ ഒരു രസമാണ്, ഒരു സന്തോഷമൊക്കെയാണ്. ഞാൻ ഈ പിള്ളേരെ എല്ലാം കൂടെ ഇന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ഭാഷ കൊണ്ട് അനൗൺസ് ചെയ്യാണ്. എന്തോ അനൗൺസ്മെൻറ്റ് നടക്കുന്നറിയാമോ? ഇതാ 100 കണക്കിന് ബാലന്മാർ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ വാനമ്പാടികളെപ്പോലെ, ആകാശത്ത് മിന്നിമറയുന്ന പരൽ നക്ഷത്രങ്ങളെപ്പോലെ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കന്യകാസുതന് കീജയെ വിളിച്ചുകൊണ്ട് അമരോത്ഭവനായ കന്യകാസുതന് ആ ആരവാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതാ ഈ വഴിയോര കാഴ്ചക്കാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് ഇതുവഴി ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാടിയും കൊണ്ട് ഇതുവഴി മന്നം അട്ടിവെച്ച് നടന്നു വരികയാണ്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് 100 കണക്കിന് പിള്ളേർ വരികയാണ്. ഓഡിറ്റോറിയത്തിട്ട് വന്ന് കയറുന്ന അവർക്ക് അപ്പുറക്കും പപ്സും കാപ്പിയും ഒക്കെ കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് പൊറോട്ടയൊക്കെ കൊടുക്കണം. 10 പൈസ കയ്യില്ല. ബാല്യത്തെറ്റൊക്കെയുണ്ട്. ഈ ഇച്ചിരി പൈസ ഉള്ളപ്പോൾ ഒരു ടെൻഷനുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഒന്നും പഠിക്കാത്ത പിള്ളേർക്ക് എന്തോ ഇല്ല, ടെൻഷനില്ലെന്ന് പറഞ്ഞ ചില സമയത്ത് ഈ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഒരു ധൈര്യമാണ്. തേച്ച് പിടിക്ക് മേടി പോലെ നടക്കുകയാണ്. 1000 റോസാ പൂക്കൽ. അന്നങ്ങോട്ട് നിൽക്കുമ്പോൾ 10 പൈസ കൈയില്ലാത്ത എനിക്ക് ഒരനുഭവം ഉണ്ടായി. ഈ അച്ചായന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. പുള്ളി അവിടെ നൂട്ടി ഇറങ്ങി വന്ന് നിക്കറിനകത്ത് ചുമടൊക്കെ എടുക്കുന്ന സൗകര്യ കൈ ഇട്ടിട്ട് ഒരു കെട്ട് പൈസ. ഞാൻ നോക്കിയപ്പോൾ 6000-7000 രൂപയാണ്. എനിക്ക് അന്നേരം അത് മതി, എൻ്റെ കാര്യം അന്നേരം നടക്കാൻ എനിക്കത് മതി. അന്നേരത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ദിവസങ്ങളിൽ ഞങ്ങളൊരു ദൈവദാസൻ മരിച്ചുപോയി. ആ മരിച്ചുപോയ ദൈവദാസൻ്റെ അടക്കമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാമിലി വെൽഫെയർ ഫണ്ടിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങി. ഇളയവനെ അതിനുവേണ്ടി ചാടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ വലിയൊരു ടാർഗറ്റ് ഇട്ടു. അപ്പോൾ എന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് വിളിപ്പിച്ചു. ആ ടാർഗറ്റ് നീ എങ്ങനെ ഫുൾഫിൽ ചെയ്യും? അപ്പോൾ ഞാനവിടെ ചെന്ന് എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ഇത് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്? നീ കാര്യം പറ, ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ ഇട്ട് നമ്മൾ എങ്ങനെ റേസ് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം റാലി നടത്തി, എൻ്റെ 10 പൈസയില്ലായിരുന്നു. ചോദിച്ചാൽ 7000 രൂപ തന്നു. അങ്ങനെ ഫുൾഫിൽ ചെയ്യും. ഇതാണ് വിശ്വാസം. ആണോ? വിശ്വാസം. ഞാൻ ഈ പുള്ളിയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് ചിങ്ങവനത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് തിരുവല്ലയ്ക്ക് വരുമ്പം തിരുവല്ല അടുക്കാറായപ്പോൾ എൻ്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു, പാസ്റ്റർ അച്ഛാ എവിടായി? ഞാൻ പറഞ്ഞ തിരുവല്ല അടുക്കുന്നു, ചങ്ങനാശ്ശേരി കഴിഞ്ഞു. പെട്ടെന്ന് പുഷ്പരിക്ക് വാ, നമ്മുടെ അച്ഛൻ്റെ തലേ തടി വീണു, ആശുപത്രിയിലോട്ട് വരികയാണ്. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ എൻ്റെ എനിക്കറിയാവുന്ന കുറേ പിള്ളേരുടെല്ലാം ഞാൻ പറഞ്ഞു, അവരെല്ലാം ഓടി വന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഇപ്പം കൊണ്ട് നിങ്ങളെല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ അവരെല്ലാം അലേർട്ടായി. എൻ്റെ കുഞ്ഞിക്കറിയാവുന്ന കുറേ മക്കളുണ്ട്, അവരെല്ലാം ഓടി വന്നു നിൽക്കുമ്പം നാന്ദി നിന്നുള്ള ആംബുലൻസ് വന്നു നിന്നു. പക്ഷേ ആംബുലൻസ് തുറക്കുമ്പോൾ നിശ്ചലമായ ശരീരം അകത്തോട്ട് പോയി. പക്ഷേ എന്നെ മുറിച്ചൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഈ ശുശ്രൂഷയുടെ ഭയങ്കര സന്തോഷമാണ്. ആ ബോഡി അങ്ങനെ കൊണ്ടുപോവുകയും കൂട്ടത്തിൽ ഇന്ന് ഒരു സഹോദരൻ ആംബുലൻസ് ഇറങ്ങിയിട്ട് ഇതുപോലെ തോർത്തൊക്കെ കൊടുത്തേക്കാണ്. അവരാ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ആ തോർത്ത് മാറ്റി നിക്കറി കൈയിട്ടിട്ട് കുറച്ച് പൈസ എടുത്ത് എൻ്റെ തന്നു. കുറച്ച് ചോര പുരണ്ട പൈസ. ഞാൻ ചെയ്തെന്താ, തടി വീണ് ആശുപത്രിയിലോട്ട് പോകുമ്പോൾ ജോയിച്ചാൻ ഇച്ചിരി പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, പ്രിൻസിപ്പാസ്റ്ററെ കൊടുത്തേക്കാൻ. ചോര പുരണ്ട കുരുകുത്ത് കുറച്ച് നോട്ട് പുള്ളി അവസാനം കൊടുത്തതും ഞാൻ കൈ നീട്ടി മേടിച്ചു. ഇതൊന്നും മറക്കാനൊക്കാത്ത അനുഭവമാണ്. പുള്ളി മരിച്ചു. അടുത്ത ദിവസം ഇതുപോലെ പെട്ടെന്നൊരു ചേച്ചിക്ക് ഡെങ്കുപ്പനി തുടങ്ങി കോട്ടയത്ത് കൊണ്ടുവന്നു. ഞാൻ കൂടുണ്ട്, ഭാരത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവിടെ നിന്ന് പറഞ്ഞ് പ്ലാസ്മ വേണം.
പ്ലാസ്മ കിട്ടാൻ അന്നേരം മെഡിക്കൽ കോളേജ് ഒന്നും കിട്ടുന്നില്ല. അവസാനം ഞാൻ ഒരു ആംബുലൻസ് പിടിച്ച് എറണാകുളം പോവുകയാണ് പ്ലാസ്മ മേടിച്ച് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ അതിനിടയ്ക്ക് ഒരാൾ ചില ഇടപെടലൊക്കെ നടത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് പ്ലാസ്മ കിട്ടുമെന്നായി. ഞങ്ങൾ ചെന്ന് പ്ലാസ്മ മേടിച്ചു. ഈ ഉള്ളവൻ പൈസ കൊടുത്ത് പ്ലാസ്മ കയ്യിലോട്ട് മേടിക്കുമ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു, ചേച്ചി മരിച്ചുപോയി. ആംബുലൻസ് പ്ലാസ്മയായി. മനുഷ്യജീവിതമൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. തിരിച്ചു വന്നു. 2 പേരും 40കൾ, 2 പേരും മരിച്ചു. ഇന്ന് എൻ്റെ പ്രായത്തെക്കാട്ടിലും ഇളയവർ. അടുത്ത ആഴ്ചയോ നടക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെല്ലാം പാടാൻ എഴുന്നേറ്റു. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം, പുസ്തകങ്ങളെല്ലാം കസേരകളിൽ സൂക്ഷിച്ച് വെക്കുക, ആരാധിക്കാൻ പോവുക. ആരാധിക്കാൻ എഴുന്നേറ്റപ്പോൾ അവർ പാടിയ പാട്ട് ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്. പക്ഷെ എൻ്റെ മനസ്സൊന്ന് പെടഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ മരിച്ചുപോയ അച്ചായൻ്റെ മക്കൾ, ഭാര്യ, മരണപ്പെട്ട ചേച്ചിയുടെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും, ഒരമ്മച്ചി. എനിക്കൊരു വല്ലാത്ത ദേഷ്യവും സങ്കടവും. ഞാൻ പറഞ്ഞു, ഇവിടെ ആരാധനയില്ല, പാട്ടില്ല, പാട്ട് നിർത്തിയല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങ് അപ്സെറ്റായി. ഇതെന്തോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നും ഇവിടെ ആരാധനയും പാട്ടും ഒന്നുമില്ല. 2 പേര് മരിച്ചു, 2ഉം ചെറുപ്പമാണ്. എൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാനാണ് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഈ ചർച്ചിൻ്റെ. ഞാനിവിടെ കിടക്കുക. പോകേണ്ടവർക്ക് പോകാം, വരേണ്ടവർക്ക് വരാം, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കാം. ദാറ്റ് ഇസ് അപ് ടു യു. പക്ഷേ ഇവിടം കൊണ്ട് ആരാധന നിർത്തിയിരിക്കും. ഞാൻ അവിടെ കിടന്നു. പക്ഷെ ഞാൻ ചിന്തിച്ച പ്രതികരണമല്ല ഉണ്ടായത്. എൻ്റെ 80 വയസ്സും 60 വയസ്സൊക്കെ ഉള്ള അമ്മച്ചിമാർ ഉൾപ്പെടെ കിടന്നു. വീണ് കിടന്ന് കരഞ്ഞു. ആ കരച്ചിൽ മണിക്കൂറുകളോളം നീണ്ടു. ഒരത്ഭുതം പറയാം, പിന്നെ നാളിതുവരെ പല പ്രതിസന്ധികളും ഒഴിഞ്ഞുപോയി. ഇന്നും തമ്പുരാൻ്റെ അടുക്ക വീണ് കിടന്ന, തമ്പുരാൻ്റെ മുമ്പിൽ വീണ് കിടന്ന നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു അധികാരത്തിൻ്റെ ദണ്ണുമായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അവർ ദൈവത്തിൻ്റെ മുമ്പാകെ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാനിതിവിടെ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരിക്കൽ, എന്നെൻ്റെ ഓർമ്മയുണ്ട്. എങ്കിലും പ്രിയരെ, ഓർമ്മയുടെ ചെപ്പിനിങ്ങനെ ഓർത്തു വരുന്ന മറക്കാനാവാത്ത മറ്റൊരു അനുഭവം നിങ്ങൾക്കറിയാതിരിക്കും, ചിലർക്കെങ്കിലുമൊക്കെ ഓർമ്മ കാണും. ഒരു രാത്രി 12 മണി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ആൾ വന്നു. അക്രൈസ്തവയായ ഒരമ്മ. ആ അമ്മ അവർ ഓട്ടോറിക്ഷ പൊട്ടിച്ച് ഒത്തിരി പേര് ഒന്നിച്ച് കൊണ്ടുവന്നു. അവർക്ക് ഡിപ്രഷനാണ്. നല്ലൊരമ്മ. ആ അമ്മച്ചിയുമായിട്ട് വന്നു. ആ ഇച്ചി വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. അവരുടെ പ്രശ്നം അവർക്ക് നിരാശയാണ്. പക്ഷേ അവിടെ മുഖമെല്ലാം ഇങ്ങനെ വല്ലായിരിക്കുക. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മുഖം ഇങ്ങനെ അങ്ങ് തെളിഞ്ഞു, സന്തോഷം. ഈ അമ്മ ചോദിച്ചു, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ വിശ്വാസഭവനത്തിൽ? ഞങ്ങൾ പറഞ്ഞു, വലിയ സന്തോഷം, ഇച്ചി ഇവിടെ കിടന്നോ, അവർ പൊക്കോട്ടെ. അവരെല്ലാം പോയി ഇച്ചയെ വീട്ടിലാക്കി. ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴൊക്കെ ഇച്ചയെ ഉറക്കുക. വെളുപ്പിനെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്നപ്പോൾ ഇച്ചയെ ഉറക്കുക. എൻ്റെ ഭാര്യയെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 7-7:30 ആയപ്പം ചായ അനത്തിക്കൊണ്ട് ഇച്ചയെ വിളിക്കാൻ ചെന്നപ്പോൾ ഇച്ചയെ അവിടെ ഇല്ല. അവളടുത്ത് മുറ്റത്തും കാണും. എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞ് ഇച്ചയെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇച്ചയെ എവിടെയെങ്കിലും കാണും, ഇച്ചയെ ഇവിടെ പാന. പക്ഷെ അവന് അങ്ങനല്ല, ഇച്ചയെ ഇല്ല. ഞാൻ അവിടെ എല്ലാം നോക്കി, ഇല്ല. പെട്ടെന്ന് എൻ്റെ കൂടെ ഉള്ള പാഷന്മാരെ എല്ലാം വിളിച്ചു. എല്ലാവരും വന്നു, എല്ലാവരും ഓടി, അവിടെ ഇവിടെ എല്ലാം ഓടി. ഇച്ചയില്ല. സീരിയസ് ആയി, ഇച്ചയില്ല. 7:30 ഞങ്ങൾ അവരുടെ വീട്ടിലറിയിച്ചു. ഒരു 9 മണി കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ജീപ്പ് ആൾ വന്നു. എൻ്റെ ഫാദർ ഇങ്ങനെ ക്യാൻവാസ് കസേര കിടക്കുക. ആ വന്ന അച്ചായൻ ഇങ്ങോട്ട്, തങ്കപ്പൻ എന്ന പേര്, നല്ല കാരിരുമ്പിൻ്റെ കൈക്കരുത്തുള്ളൊരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഇട്ടി തുടങ്ങി. ഒറ്റ ഇട്ടിക്കാൾ ഉരുണ്ട് എൻ്റെ അപ്പൻ്റെ താഴത്തോട്ട് വിട്ടു. എൻ്റെ വസ്തു മുഴുവൻ എഴുതിത്തരാം, എനിക്കുള്ളതെല്ലാം തരാം, എനിക്കൊന്നും വേണ്ട, പക്ഷേ എൻ്റെ ചെയ്യെ തരണം, എൻ്റെ ഭാര്യയെ തരണം, എൻ്റെ ഭാര്യയെ തരണം. എവിടെ ഭാര്യ അറിയില്ല. ഉദ്യോഗത്തിൻ്റെ നിമിഷങ്ങൾ 9:30 10:30 എന്തോ ചെയ്യണമെന്നറിയത്തില്ല. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പം സാറ് പറഞ്ഞു, ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യല്ലേ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം, കിട്ടും, അല്ലെങ്കിൽ വലിയ കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാകും. അന്നെൻ്റെ ചർച്ച് വാർത്തിട്ടില്ല. പരുവരുത്തൊരു തറ, വിത്ത് കെട്ടാത്ത ഹോള്. ഞാൻ ആ തറയെ വന്ന് കിടന്നു. തമ്പുരാനെ, ഞാൻ നോക്കുമ്പോൾ കൈരിയൊക്കെ കൊടുത്ത പിള്ളേരെ, ഇവരുടെ ബന്ധുക്കൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരിക, അവരുടെ സംഘക്കാർ, അവരുടെ ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ എല്ലാവരും ചോദിക്കുന്നു, ചെയ്യന്തി. ഒരു 9:30 10 ആയപ്പോൾ ഈ ചേട്ടൻ വന്നു കഴിഞ്ഞ് ഞാൻ ആ ഹോളിൽ പോയി. എൻ്റെ
ആ കാർപ്പറ്റ് പോലും ഇല്ലാത്ത പരിപരത്തെ തറയെ കമന്ന് കിടന്നു. തമ്പുരാനെ ഈ ചെയ്യന്തിയെ 10:30 11 11:30 12 12:30 1 മണിയാകാറായപ്പോൾ ഇനി ഇടയ്ക്ക് ഭാര്യ ഒന്ന് ചോദിച്ചു, വല്ലവരും ഉണ്ടോ? ഇല്ല. വെള്ളം വേണോ? വേണ്ട. കാപ്പി ഇരട്ടെ? വേണ്ട. കുടിക്കാനൊന്നും ഇറങ്ങത്തില്ല. 1 മണിയാകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് കഴിഞ്ഞൊരു 3 വീട് മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ കിണറ്റിലൊരു സ്ത്രീ കിടപ്പുണ്ട്. ഞാൻ വരുന്നോ? ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് ആലച്ചു കിട്ടുമ്പോൾ നമ്മുടെ ഇച്ചയി കിണറ്റി കിടപ്പുണ്ട്. ചത്തിട്ടില്ല. പൊങ്ങി വന്നു. ഒരു പോച്ചയെ പിടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ ഓടി ചെല്ലുമ്പോൾ 1:30 ആ കിണറ്റിൽ നിന്ന് പൊങ്ങി വന്നിട്ടൊരു പോച്ചയെ പിടിച്ചിരിക്കുന്നു. ഫയർഫോഴ്സ് വന്നു. ഇച്ചയെ പുറത്തെടുത്തു. പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വന്നു, പ്രിയരെ, ബന്ധുവീട് സന്ദർശിക്കാൻ പോയ വഴിയിൽ തങ്കപ്പച്ചേട്ടൻ്റെ ഭാര്യ കാൽ വഴുതി കിണറ്റി വീണു. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. SI ഇന്നാർ, കോൺസ്റ്റബിൾമാർ ഇന്നാർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. അല്ലായിരുന്നെങ്കിൽ വന്നതിനെ വാർത്ത. ദുരൂഹ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാമാക്കിയ സ്ത്രീ കിണറ്റിൽ, അതും കുടുംബക്കിണറ്റിൽ. പാസ്റ്ററും മകനും ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് പറയും, ആ 3 മണിക്കൂറുള്ളൊരു കിടപ്പ്, പരിപരത്തെ തറയ്ക്കകത്ത് ചങ്കിടിപ്പോടെ കിടന്ന ഒരു 3 മണിക്കൂർ. ഇങ്ങനെ 1 2 3 1000 വട്ടം പ്രതിസന്ധിക്ക് മുമ്പിൽ ഞാൻ കിടന്നിട്ടുണ്ട്. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ ഇന്നും എനിക്കറിയാം, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വഴി നമുക്കുണ്ട്. ദൈവസന്ധി വീഴുകയാണ്. എഴുന്നേൽക്കുമ്പോൾ കിടന്ന പോലല്ല എഴുന്നേൽക്കുന്നത്. അങ്ങനെ എന്തെല്ലാം വിഷയത്തിൽ കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അഹങ്കാരം പറയല്ല പ്രിയരെ, ആവേശത്തിന് വേണ്ടിയും പറയല്ല. ഞാൻ വന്ന വഴികളിൽ എത്രയോ രാത്രികളിൽ പക്ഷെ എഴുന്നേൽക്കുമ്പോൾ ഒരത്ഭുതം ഉണ്ടാകും. ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ പകൽ ആരോടൊക്കെയോ പറയും. എനിക്ക് പ്രിയരായ ഒത്തിരി പേരെ ഞാനിവിടെ കാണുന്നു. പ്രിയ കാഞ്ചന ആൻറ്റി, പ്രിയ സാറ്, പ്രിയപ്പെട്ട കുടുംബങ്ങൾ. പക്ഷേ പിന്നിട്ട വഴികളിൽ വീണ് കിടന്ന മണിക്കൂറുകൾ വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയാണ്, ഉപവാസ പ്രാർത്ഥനയല്ലേ. പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചു. മുട്ടക്കുത്തി ഇന്നോ എഴുന്നേറ്റ് ഇന്നോ. ഇനി ദൈവസന്ധി വീണ് കരയണം തോന്നിയാലും വിരോധമൊന്നുമില്ല. വി ഹാവ് ഫ്രീഡം. എന്തോ ഇന്ന് ചില കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യും. എനിക്കത് ഉറപ്പാണ്. എവിടെയൊക്കെയോ ചില അത്ഭുതങ്ങൾ നടക്കാം.